ഏതാണ്ട് 83 അപേക്ഷകൾ ഇവിടെ പൂർത്തിയാക്കാതെ കിടക്കുന്നെന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. അതുകൊണ്ടാണ് അത് അടിയന്തരമായി ഇതുപോലൊരു ജനകീയമായിട്ടുള്ള ഒരു പ്രത്യക്ഷ സമരം പെട്ടെന്ന് ഞങ്ങൾ സംഘടിപ്പിച്ച്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. വിവിധ ക്ഷേമ പെൻഷൻ അപേക്ഷകൾ സമയബന്ധിതമായി പാസാക്കാതെ ഗുരുതരമായ അനാസ്ഥ കാണിച്ച UDF നേതൃത്വം നൽകുന്ന അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് കർഷക തൊഴിലാളി യൂണിയൻ അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം TP വിജയൻ ധർണ ഉദ്ഘാടനം ചെയ്തു. 8 ലക്ഷം രൂപയോളം അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ ക്ഷേമ പെൻഷൻ നൽകുന്നതിലുള്ള കാലതാമസം അവസാനിപ്പിച്ച് അർഹതപ്പെട്ട എല്ലാ ആളുകൾക്കും പെൻഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കർഷക തൊഴിലാളി യൂണിയൻ അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തിയത്. 2024 ജൂലൈ മുതൽ ലഭിച്ച 83 അപേക്ഷകൾ അന്വേഷണം നടത്തിയത് 2025 ജൂൺ മാസത്തിലാണ്. 3 മാസം മുതൽ 12 മാസം വരെ അപേക്ഷകൾ ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ നിലവിലുള്ളത്. കഴിഞ്ഞ 1 വർഷമായി പല അപേക്ഷകളും കാണാനില്ലെന്നും കിട്ടിയ അപേക്ഷകൾ അന്വേഷണം നടത്തി പാസാക്കിയിട്ടില്ലെന്നും ആരോപിച്ചാണ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. ധർണ സമരം കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം TP വിജയൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമ പെൻഷനായി അപേക്ഷ ലഭിച്ചാൽ 1 മാസത്തിനകം നടപടികൾ പൂർത്തിയാക്കി പാസാക്കണമെന്നാണ് നിയമം. 7,96,80,000 രൂപ അപേക്ഷകർക്ക് നഷ്ടപ്പെട്ടതായി സമരക്കാർ ആരോപിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഗുരുതരമായ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. നൽകിയ അപേക്ഷകൾ പോലും എവിടെയാണെന്നതിനെക്കുറിച്ച് ഭരണസമിതിക്ക് അറിവില്ലെന്നും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചുമതല നിർവഹിക്കുന്നതിൽ ഉദാസീനമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് KT നാരായണൻ കുറ്റപ്പെടുത്തി. അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ക്ഷേമ പെൻഷൻ അന്വേഷണവും അത് പാസ്സാക്കുന്നതിലെയും കാലതാമസം ഉടൻ അവസാനിപ്പിച്ച് അർഹതപ്പെട്ട എല്ലാ ആളുകൾക്കും പെൻഷൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കർഷക തൊഴിലാളി യൂണിയൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ ധർണാ സമരം സംഘടിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ 1 വർഷമായി പല അപേക്ഷകളും കാണാനില്ല. കിട്ടിയ അപേക്ഷകൾ സമയബന്ധിതമായി അന്വേഷണം നടത്തി പാസ്സാക്കാത്തത് മൂലം 20,000 രൂപ വരെ നഷ്ടപ്പെട്ട ആളുകൾ ഈ പഞ്ചായത്തിലുണ്ട്. ഞങ്ങളെടുത്ത ഒരു പ്രാഥമിക കണക്ക് പ്രകാരം 83 ആളുകൾക്ക് ശരാശരി 6 മാസത്തെ പെൻഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിലവിലുള്ള നിയമപ്രകാരം ഒരു അപേക്ഷ പഞ്ചായത്തിൻ്റെ ഓൺലൈൻ അപേക്ഷയായി നൽകിയാൽ 30 ദിവസത്തിനകം അന്വേഷണം നടത്തി അത് പൂർത്തിയാക്കണം എന്നുള്ളതാണ്. ഒന്നുകിൽ പാസ്സാക്കണം, അല്ലെങ്കിൽ നിരസിക്കണം. പാസ്സാക്കിയാലും നിരസിച്ചാലും അവരെ അതറിയിക്കണം, ഗുണഭോക്താവിനെ അറിയിക്കണം എന്നുള്ളതാണ് നിയമം. പക്ഷേ ഇവിടെ അപേക്ഷ നൽകിയ ആളുകൾ എത്ര തവണ വന്ന് അന്വേഷിച്ചാലും ഈ അപേക്ഷകൾ പോലും എവിടെയാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ. കഴിഞ്ഞ മാസം ജൂൺ മാസം 26-ാം തീയതി ചേർന്ന ഭരണസമിതി യോഗത്തിൽ ഏതാണ്ട് 60 അപേക്ഷകൾ പാസ്സാക്കാൻ കൊണ്ടുവന്നു. പക്ഷേ അതിനു മുമ്പ് ലഭിച്ച ഒത്തിരി അപേക്ഷകൾ നമ്മുടെ പഞ്ചായത്തിൽ പാസ്സാകാനുണ്ട് എന്നുള്ളത് മെമ്പർമാരുടെ ഭാഗത്ത് നിന്ന് ഉന്നയിച്ചപ്പോൾ അങ്ങനെ ഇല്ല എന്ന് വാശി പിടിച്ചു. ഞങ്ങൾ പഞ്ചായത്തിൻ്റെ രേഖകൾ പരിശോധിച്ചു. അങ്ങനെ നോക്കിയപ്പോഴാണ് ഏതാണ്ട് 83 അപേക്ഷകൾ ഇവിടെ പൂർത്തിയാക്കാതെ കിടക്കുന്നെന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. അതുകൊണ്ടാണ് അത് അടിയന്തരമായി ഇതുപോലൊരു ജനകീയമായിട്ടുള്ള ഒരു പ്രത്യക്ഷ സമരം പെട്ടെന്ന് ഞങ്ങൾ സംഘടിപ്പിച്ച് പഞ്ചായത്തിന് മുന്നിൽ ഇരിക്കുന്നത്. ഈ സമരം എങ്കിലും ഇവിടുത്തെ ഭരണാധികാരികളുടെ കണ്ണ് തുറക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. 2024-25 വാർഷിക പദ്ധതിയിൽ പഞ്ചായത്ത് 1,16,00,000 രൂപ നഷ്ടപ്പെടുത്തിയതിന് പിറകെയാണ് പാവപ്പെട്ട ക്ഷേമ പെൻഷൻ അപേക്ഷകരോട് ഈ ക്രൂരത ചെയ്തതെന്നും ക്ഷേമ പെൻഷൻ നഷ്ടപ്പെടുത്തിയ വിഷയത്തിൽ പഞ്ചായത്ത് വകുപ്പ് മന്ത്രിക്കും മലപ്പുറത്ത് ജോയിന്റ് ഡയറക്ടർക്കും പരാതി നൽകുമെന്നും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V. സുനിൽ ബാബുവിന് തൽസ്ഥാനത്ത് 1 നിമിഷം പോലും തുടരാൻ അർഹതയില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നിവരുടെ വാർഡുകളിൽ പോലും നിരവധി ആളുകൾക്ക് പ്രയാസമുണ്ടായിട്ടും അവർ ശ്രദ്ധിച്ചിട്ടില്ലെന്നും സമരക്കാർ പറഞ്ഞു. K. അഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ നേതാവ് KT നാരായണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷിഹാബ് പേരയിൽ, അനിൽ പുലിപ്ര, ജൂലി പോളി, രത്നകുമാരി, വാഹിദ വാപ്പുട്ടി, AC അനിൽകുമാർ, OT മുഹമ്മദ് സമീർ തുടങ്ങിയവർ ധർണാ സമരത്തിന് നേതൃത്വം നൽകി. ചാനൽ 10 പെരിന്തൽമണ്ണ. നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് IT മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ETC ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ, മലപ്പുറം. സ്വദേശത്തും വിദേശത്തും ജോലി സാധ്യതകളോടെ ടെക്നോളജി ഓഫ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് കൂളിംഗ് സിസ്റ്റം,
സ്മാർട്ട് ഫോൺ ടെക്നോളജി, ഇലക്ട്രിക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ്, ഇൻവെർട്ടർ, AC ആൻഡ് റെഫ്രിജറേഷൻ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, CCTV ടെക്നീഷ്യൻ, ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസിംഗ്, കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് കോഴ്സുകൾ, PSC അംഗീകൃത സോഫ്റ്റ്വെയർ കോഴ്സുകളും.